നിക്കവിടെ നടന്നു കാലിന്റെ ലിഗമെന്റ് പോയി. പൊട്ടന്റെ ഒരു ഐഡിയ. കുറച്ച് ലിഗമെന്റ് പോയാൽ എന്താ കളിയാ? 60 രൂപ നമ്മൾ ലാഭിച്ചില്ലേ വണ്ടിക്കൂലി, കോളേജിൽ നിന്ന് വീട് വരെ ഉള്ള. ഓ നിന്റെ ഒരു 60 രൂപ. എടാ ഇനി കാലിന് റെഡി ആക്കണം, എത്ര രൂപ ചെലവാക്കണം? എനിക്ക് വയ്യ ഇനി. എടാ കുറച്ചുകൂടെ നടന്നു അവിടെ PG എത്തുമല്ലോ, നിങ്ങൾ നടക്ക്, ബാ കുഴപ്പമില്ല ബാ. എന്നെ മിക്കവാറും എടുത്തോണ്ട് കൊണ്ടുവരും. എന്തായാലും നമ്മൾ വണ്ടിക്കൂലി ലാഭിച്ചില്ലടാ. നമുക്ക് 3 നാരങ്ങോളം കുടിച്ചാലോ? എടാ പൊട്ട, ഈ പറഞ്ഞ നാരങ്ങളത്തിന് എത്ര? 15 രൂപ. എടാ അപ്പുറത്തെ കടയിൽ ഫ്രൂട്ടിക്ക് 10 രൂപ ഉള്ളൂ. 1, 2, 3 30 രൂപ. 15 രൂപ നമ്മുടെ കയ്യിലേക്ക് എക്സ്ട്രാ. ശരിയാ, ലാഭം ഇല്ലയോ? അപ്പൊ ഏത് വേണം? ഫ്രൂട്ടി മതി. എന്നിട്ട് നമുക്ക് ഫ്രൂട്ടി മേടിച്ചിട്ട് വീർപ്പിച്ച് വണ്ടിയുടെ ഇടയിലിട്ടിട്ട് പൊട്ടിക്കാം. ചേട്ടാ 10ന്റെ 3 ഫ്രൂട്ടി. മക്കളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞോടാ, എന്താടാ നടന്നു പോന്നേ? അത് പിന്നെ ആരോഗ്യത്തിനാ ഇല്ലടാ. അതെ, അല്ലാതെ പൈസ ലാഭിക്കാനല്ലേ. ചേട്ടാ ഫ്രൂട്ടി. ഓക്കെ ട്ടാ, അപ്പൊ ശരി. ഓക്കേടാ മക്കളെ. കുലിക്ക് 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 കുലിക്ക്. മതി മതി മതി. സൂപ്പർ. കണ്ടോ രൂപ എത്ര ലാഭം? 15 രൂപ. ദാഹവും മാറി, മധുരവും കിട്ടി. എങ്ങനെയുണ്ട്? പൊളി ഐഡിയ. ബാ നടക്കും. എന്താ മോനെ, എന്താ പറ്റി? മിനറൽ വാട്ടർ. രൂപ വണ്ടിക്കൂലി ലാഭിക്കാനായിട്ട് കോളേജിൽ നിന്ന് PG വരെ നടന്നു പോവാന്ന് പറഞ്ഞു. എന്നിട്ട് നടന്നു പോയ ക്ഷീണം മാറ്റാൻ നാരങ്ങ വെള്ളം കൂച്ചാന്ന് പറഞ്ഞപ്പോ 15 രൂപ ലാഭിക്കാന്ന് പറഞ്ഞ് 10 രൂപയുടെ ആ ഫ്രൂട്ടി ഉണ്ടാക്കി തന്നു. ആ ഫ്രൂട്ടി കുടിച്ചതിന്റെ ദാഹം മാറ്റാനായിട്ട് 3 കുപ്പി വെള്ളം നീയൊക്കെ കുടിച്ചു തീർത്തത് ഞാനും. എന്നിട്ട് ദാഹവും മാറിയോ? അതുമില്ല, കയ്യിലിരുന്ന പൈസയും പോയി, എല്ലാം പോയി, കാലും പോയി. നടക്കാൻ കൂട്ടു. ഈ പൈസ ലാഭിക്കാൻ വേണ്ടി എന്റെ വേറെ ഐഡിയ ഉണ്ട് കേട്ടോ. നീ മിണ്ടരുത്, നീ ഒരു അക്ഷരം മിണ്ട. നീ പൈസ ലാഭിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. നീ മിണ്ടാതെ ഉരിയാടാതെ കൂടെ നടന്നാ മതി. നമുക്ക് ഇന്ന് ഫുഡ് വെളിയിൽ കഴിച്ചാലോ? അതൊരു നല്ല ഐഡിയ. അയ്യോ അത് വേണ്ട, നമുക്ക് ലാഭിക്കാം. ഫുഡ് ഞാൻ സെറ്റ് ആക്കാം. എടാ നിന്റെ ലാഭിക്കല്, നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. ഇത് അങ്ങനത്തെ ലാഭിക്കലല്ല, ഇത് സെറ്റാണ്. ഞാൻ പറയുന്നത് കേക്ക്. നല്ല തലേ ദിവസത്തെ നല്ല കുറച്ച് ചോറിരിപ്പുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കട്ടത്തേരി, കുറച്ച് ചക്ക, കുറച്ച് മീൻകറി, കുറച്ച് നമ്മുടെ എന്ത് പറയുന്നത് മോരൂടെ ഇട്ടിട്ട് നല്ലപോലെ നേരിടണം. എന്നിട്ട് അപ്പുറത്ത് ചെറിയൊരു അടുപ്പിൽ ചെറിയൊരു ഉണക്കമീൻ അങ്ങോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ചെതുമ്പലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞിട്ട് സൈഡിലോട്ട് വെക്കണം. എന്നിട്ട് അപ്പുറത്ത് അയ്യത്ത് പോയിട്ട് ഒരു നല്ല ഉണ്ടമുളകോ അല്ലെങ്കിൽ ഒരു മുളകോ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് അങ്ങോട്ട് കലക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു മുളക് എടുത്ത് സ്വർഗവാ സ്വർഗം. എന്നാ സ്വർഗത്തിലേക്ക് പോവാ. റെഡിയാണോ? റെഡിയാ. എന്നാ വാ. ഇന്നലത്തെ ചക്ക വല്ല ഇരിപ്പുണ്ടോ ഇച്ചിരി തരാൻ? ആ മക്കളെ നോക്കട്ടെ, ഒരു മിനിറ്റ്. നീ തന്നേക്കാം. കിട്ടും. ഷോനമ്മേ, ഈ ചട്ടി എന്താ ഇവിടെ വെളിയിൽ വെച്ചേക്കുന്നേ? മക്കളെ അത് മീൻകറി വെച്ച ചട്ടിയാടാ, ഒന്ന് കഴുകാൻ വേണ്ടി വെളി വെച്ചതാ. ചോദിച്ചാലോ? വേണ്ട, എടുത്തോണ്ട് പോവാ. എടുത്തോണ്ട് പോവാ. അതന്നെയല്ലേ ഞാൻ പറഞ്ഞു. വേണ്ട മക്കളെ, പാത്രം കൊണ്ടുവരണേ. കൊണ്ടുവരാ. എൻ വെണ്ട വളരെ 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 എൻ വെണ്ട വളരെ 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 ഒരു മറ എന്റെ വെണ്ടയായും കൊണ്ട് പറയുമല്ല. സരളേ വേണോ വെണ്ട? തൽപരകക്ഷിയല്ല, വെണ്ട വേറെ ആർക്കും കൊടുക്കാം. दुविधा को मुस्कान में बदलना हम जानते हैं, तभी तो है अमेज़न हर मुस्कान की अपनी दुकान. എന്തുകൊണ്ടാ പരിപാടി? മുളകിൽ എന്തെടുക്കുവോ? മക്കളെ ഇതൊരു സ്പെഷ്യൽ വളവാ, ഞങ്ങളുടെ വിതിരയിലെ മാമി തന്നു കേട്ടോ. ഇതങ്ങോട്ട് ഇട്ടോണ്ടല്ലോ ചെടിയെല്ലാം തഴച്ചങ്ങോട്ട് വളരും, തഴച്ച്. ആണോ? എങ്കിൽ ഒഴിച്ചോ. ചോദിക്ക്. അണ്ണാ വെണ്ട കൃഷിയിൽ ഒരു ഡൗട്ട് എന്നാ, ഒന്ന് പറഞ്ഞു തരാവോ? അതിനെന്താ വാ മക്കളെ. അണ്ണന്റെ വെണ്ടയ്ക്ക് എന്തുവാണ് ഇത്ര നീളമേ? എന്റെ മോനെ നല്ല വളമൊക്കെ ഇട്ട് കിടുക്കി വെച്ചേക്കുന്ന മുളകാ. ഇത് പൊളിക്കും. 4-5 എണ്ണം പറിക്കാം.
എടാ മുളക് കിട്ടി, 2 വെണ്ടക്കൂടെ പറിച്ചാലോ? അങ്ങനെ മുരടിച്ച് വേണ്ടേ, അന്നേരം പറിക്കാം വാ. എന്നാ മറിക്കടാ. അനിതമ്മ 2 ഉണക്കമീൻ തരുമോ? താങ്ക്സ്. അടുപ്പ് റെഡി. ഉണക്കമീൻ 1. തൈർ. ചക്ക വേവിച്ചു. തലേ ദിവസത്തെ മീൻകറി. എടാ എന്തിനാടാ ഈ വെണ്ടയ്ക്ക? എടാ ഒരു വെറൈറ്റിക്ക് ഈ വെണ്ടയ്ക്ക് ഈ മുളകുമാണ് ഹൈലൈറ്റ്. അവിടെ അത് കരി വെച്ചിട്ടേ. എന്തായാലും മുളകും വെണ്ടയ്ക്കയും കോമ്പിനേഷൻ സൂപ്പർ. അത് പിന്നെ എൻ്റെ ഐഡിയ. ധനലാഭം, നല്ല ഫുഡ്. ആ ആ മക്കളെ അറിഞ്ഞോ നമ്മുടെ വെണ്ടരാവ് മരിച്ചെന്ന്? വെണ്ടരാവ് മരിച്ചെന്നോ? കുറച്ചു മുമ്പിൽ നമ്മൾ അങ്ങനെ അടുത്ത് വെണ്ടയ്ക്കായും പിച്ചും മുളകും പിച്ച് കാര്യവും പറഞ്ഞത്. എന്തോ പറ്റിയതാ? ഇതിലുള്ള പെങ്ങളുണ്ടല്ലോ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയാ കുറച്ച് വിഷം കലക്കി വളമെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ട്. എന്നിട്ടെന്താ വിഷം അടിച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ അങ്ങനെ വിശന്നപ്പോ അങ്ങ് തിന്ന് 5 മിനിറ്റ് കൊണ്ട് എന്താ ആള് ഡിമ്മ്. അല്ല കൂടി എന്നെ വിഷമായിരുന്നു. രാഘവണ്ണന്റെ വെണ്ട ചതിച്ച്